എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും ബോണി, ഞാൻ ബോണി 2 മിനിറ്റ് അങ്ങോട്ട് പോയപ്പോൾ ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം. മൊത്തം ഞാൻ ചെയ്തതൊന്നുമല്ല, ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ട് പഠിച്ചിട്ടുള്ള കുറച്ച് പ്ലാസ്റ്റിക് പൂക്കൾ കിട്ടി, ഒന്നുണ്ട് കൊച്ച് ചെറിയ വലിയ പൂക്കൾ കിട്ടി. ബോണി ഒന്നും ഒക്കെ എവിടെയെങ്കിലും എവിടെ വെക്കണം? അടുക്ക് വെച്ചു. എന്നാ ബോണി വെച്ചോളൂ. അത് മറുവശത്ത് അങ്ങോട്ടായാലും അത് കൊള്ളാം. അച്ഛനെ മൂളുന്ന ഈ പാട്ട് നമ്മുടെ കൊച്ചു കൊച്ചു പൂക്കളുമായി അല്ലേ, അത് അച്ഛൻ്റെ പാട്ടല്ലേ? അത് എൻ്റെ പാട്ടാണ്. പൂക്കൾ വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഓർത്തതേ ഉള്ളൂ. കൊച്ചു കൊച്ചു പൂക്കളുമായി. കേട്ടിട്ടുണ്ടോ ബോണി? അത് കേട്ടിട്ടുണ്ട്. കൊച്ചു 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 പൂക്കളുമായി തൂവെള്ള ചേലയണിഞ്ഞും നിന്നെ തേടി വന്നീശോയേ, എന്നെ കണ്ട നേരം സക്രാരി വിട്ടിറങ്ങി വന്നു എന്നുള്ളിൽ അലിഞ്ഞു. കൊച്ചു കൊച്ചു പൂക്കളുമായി എന്ന് അച്ഛൻ എഴുതുമ്പോൾ എന്തായിരുന്നു അച്ഛൻ്റെ മനസ്സിൽ? കൊച്ചു കൊച്ചു പൂക്കളുമായി. കൊച്ചു ഹൃദയം, വലിമ ഭാവിക്കാത്ത ഹൃദയം, പ്രായത്തിൻ്റെ ചെറുപ്പമല്ല, കുഞ്ഞു കുഞ്ഞു ചിന്തകൾ, കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ. ഈശോയുടെ മുമ്പിൽ ഈ പൂ സമർപ്പിക്കണമെങ്കിൽ എവിടുന്നേലും അത് ഇറുക്കി അല്ലേ എടുക്കുക, കൃത്യം എവിടുന്നേലും മുറിച്ച് അടർത്തി മാറ്റണം. അപ്പം ചെറിയൊരു സ്വപ്നമാണെങ്കിൽ പോലും ഞാനത് എൻ്റെതാണ്, എനിക്ക് നടന്നേ പറ്റൂ, ഇത് നടന്നിട്ട് ഈ പദ്ധതി പൂർണ്ണമായിട്ട് ഞാൻ നിൽക്കത്തുള്ളൂ എന്ന് വാശി പിടിക്കാതെ ആ സ്വപ്നത്തെ മുറിച്ചെടുത്ത് നമ്മുടെ സ്വാർത്ഥതയുടെ പേരിൽ നിന്ന് മുറിച്ചെടുത്ത് ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈശോ അതിനേക്കാൾ വലിയൊരു സംഭവം നമുക്ക് വേണ്ടി ചെയ്യും. എക്സാക്ട്ലി. കൊച്ചു കൊച്ചു പൂക്കളുമായി തൂവെള്ള ചേലയണിഞ്ഞും നിന്നെ തേടി വന്നീശോയേ, എന്നെ കണ്ട നേരം ബോണി പറഞ്ഞ പോലെ ഞാൻ ആശിച്ചതിനേക്കാൾ എന്നോടു നീ ഒട്ടി നിന്നു. അച്ഛനീ പൂക്കളും കേട്ടിങ്ങനെ കണ്ടുകൊണ്ടായിരിക്കാം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നമ്മുടെ ചില നിസ്സാരതകളും കൂടി ഓർമ്മ വരികയായിരുന്നു. അല്ല, നമ്മൾ നമ്മുടെ നിസ്സാരതകളും കൂടി ഈശോയ്ക്ക് സമർപ്പിക്കുക. നമ്മൾ നിസ്സാരരാണെന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉള്ളത് നല്ലതല്ലേ? അതെ അല്ലേ? തീർച്ച. നിസ്സാരത നുള്ളി എടുത്ത് കൊടുക്കുമ്പം എടുത്ത് ഉയർത്തി സമർപ്പിക്കുന്നതൊക്കെ പൂക്കളാകും. എടുത്ത് പറിച്ച് ഉയർത്തി സമർപ്പിക്കുന്നതൊക്കെ പൂക്കളാകും. ഒരു വേദനയാണ്, പക്ഷേ ഞാനതിനെ മുറിച്ച് എടുത്ത് ഉയർത്തി സമർപ്പിക്കുമ്പോൾ അത് പിന്നെ പൂക്കളായി മാറും. കൊച്ചു കൊച്ചു പൂക്കളുമായി തൂവെള്ള ചേലയണിഞ്ഞ് നിന്നെ തേടി വന്നീശോയേ, കൊച്ചു കൊച്ചു പൂക്കളുമായി തൂവെള്ള
കൊച്ചു കൊച്ചു പൂക്കളുമായി തൂവെള്ള ചിലയണിഞ്ഞ് നിന്നെ തേടി വന്നെന്നീശോയേ. എന്നെ കണ്ട നേരം സക്രാരി വിട്ടിറങ്ങി വന്നു, എന്നുള്ളിൽ അലിഞ്ഞു. കൊച്ചു കൊച്ചു പൂക്കളുമായി തൂവെള്ള ചിലയണിഞ്ഞ് നിന്നെ തേടി വന്നെന്നീശോയേ. പക്ഷേ ആദ്യം ഈ നല്ല ചിന്തകളൊക്കെ ഉണ്ടാകും, പിന്നെ അതങ്ങോട്ട് മറയാൻ തുടങ്ങും. അത് അച്ഛൻ പറഞ്ഞത് മറയാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ ബോണി അക്ഷരം എഴുതിയിട്ടുണ്ടോ? അല്ല, എഴുതിയായിരുന്നു. ചില അക്ഷരം എഴുതി പഠിക്കാത്ത, അങ്ങനല്ല, അക്ഷരം എഴുതി പഠിക്കാത്തവരുണ്ട്. അക്ഷരം എഴുതി പഠിക്കാത്തവരുണ്ട്. ബോണി പണ്ട് എഴുതിയെന്ന് ഓർത്തിട്ടൊന്ന് ആ എന്ന് എഴുതിക്ക്, കുഞ്ഞിനെ പോലെ പറഞ്ഞെന്ന് എഴുതിക്ക്, എന്ന് പിടിക്കുന്നില്ലെന്ന് മാത്രം. കുഞ്ഞിനെ പോലെ പറഞ്ഞില്ലല്ലോ, വലിയ മമ്മൂട്ടി പറഞ്ഞല്ലോ. കുഞ്ഞിനെ പോലെ പറയണം അല്ലേ? നിഷ്കളങ്കതയോടെ പറയാൻ നോക്കിക്കേ. ബോണി, ഞാൻ പറഞ്ഞ ഇടയ്ക്ക് വെച്ച് നിർത്തിയത് മനഃപൂർവ്വം. ഈ കൊച്ചു പൂക്കളെ പോലെ സമർപ്പിക്കാനും ഒക്കെ കുഞ്ഞുനാളിൽ നല്ല ആഗ്രഹം. എല്ലാം കൊടുക്കണം, യേശുവിൻ്റെതാകണം, എല്ലാം പറിച്ചു കൊടുക്കണം. മോനെ മോന് 2 ഉടുപ്പുണ്ടെങ്കിൽ ഈശോ ചോദിച്ചാൽ 2 കൊടുക്കുമോ? കൊടുക്കും. മോന് 2 ഈശോ ചോദിച്ചാൽ മോന് 2 കമ്മലുണ്ടെങ്കിൽ 2 വളയുണ്ടെങ്കിൽ ഈശോ ചോദിച്ചാൽ കൊടുക്കുമോ? കൊടുക്കും. നല്ല കുഞ്ഞ്. മോനെ നിനക്ക് 2 കാറുണ്ടെങ്കിൽ ഈശോ ചോദിച്ചാൽ കൊടുക്കുമോ? ബോണി കുഞ്ഞായിരുന്നു, കൊടുക്കും. ഞാനും പറഞ്ഞിട്ടുണ്ട്. ആദ്യാക്ഷരങ്ങൾ അരിയിൽ കുറിച്ചപ്പോൾ ആദ്യം കുറിച്ചത് ആ നാമം. ശ്ലീവ വരച്ച് കത്തോലിക്ക പശ്ചാത്തലത്തിൽ ആരിപ്പോൾ എഴുതിച്ചാലും ആ എഴുതിച്ചതിന് ശേഷം ഈശോ എന്നെഴുതിക്കാത്ത ഒരു നിലത്തെഴുത്തുമില്ല. ആദ്യാക്ഷരങ്ങൾ അരിയിൽ കുറിച്ചപ്പോൾ ആദ്യം കുറിച്ചതാ നാമം ഈശോ. അപ്പനും അമ്മയും കുഞ്ഞുനാളിൽ തന്നെ ചൊല്ലിപ്പഠിപ്പിച്ച നാമം. ഇനി പറഞ്ഞ് ഈശോ 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 പറഞ്ഞ് ഈശോ അങ്ങനെ പറയിപ്പിച്ചു. നീറി നിറം മാറും വേളയിൽ പൂമഴവില്ലായി നീ എൻ്റെ നാവിൽ സുവിശേഷം പാടുവാൻ അന്നു ഞാൻ ശപഥം ചെയ്തു. അന്ന് പറഞ്ഞു, ആരാകും വലുതാകുമ്പം അച്ഛനാകും, ആരാകും ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും, സുവിശേഷം പറയും എന്നൊക്കെ അന്നൊക്കെ പ്രതിജ്ഞ എടുത്തതാ. എൻ്റെ നാവിൽ സുവിശേഷം പാടുവാൻ അന്നു ഞാൻ ശപഥം ചെയ്തു. ഞാൻ പറയായിരുന്നു, ആ അന്നത്തെ ഭൂസമർപ്പണത്തിൻ്റെ, ഹൃദയസമർപ്പണത്തിൻ്റെ ഒന്നും ഒരു കൃത്യത പിന്നീട് വലുതായി കഴിഞ്ഞപ്പോൾ ഇല്ല. പൂ അറുക്കുന്നില്ല, പിന്നെ എങ്ങനെ സമർപ്പിക്കുന്നു? നമ്മുടെ പൂക്കളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ നെഞ്ചോടും മാറോടും ചേർത്ത് പിടിച്ച് പിന്നെ നമ്മുടെ പ്രാർത്ഥന, എന്നെയും ഈ പൂക്കളെയും അനുഗ്രഹിക്കണേ. ഒന്നും എടുത്തോണ്ട് പോകരുത്. എടുത്തോണ്ട് പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമാണ്. ആദ്യാക്ഷരങ്ങൾ അരിയിൽ കുറിച്ചപ്പോൾ ആദ്യം കുറിച്ചതാ നാമം. ആ കുഞ്ഞുനാളിലെൻ അപ്പനും അമ്മയും ചൊല്ലി പഠിപ്പിച്ച സ്നേഹം.
ചെയ്തു. എങ്കിലും ജീവനാം ദിവ്യകാരുണ്യമേ, നിന്നെ മറന്നു ഞാൻ ഇരുളിൽ നടന്നല്ലോ. കനിവോടെ മാപ്പേകണേ, കനിവോടെ മാപ്പേകണേ. കൊച്ചു കൊച്ചു പൂക്കളുമായി തൂവെള്ള ചേലയണിഞ്ഞ് നിന്നെ തേടി വന്നെന്നീശോയേ. എന്നെ കണ്ട നേരം സക്രാരി വിട്ടിറങ്ങി വന്നു, എന്നുള്ളിൽ അലിഞ്ഞു. കൊച്ചു കൊച്ചു പൂക്കളുമായി തൂവെള്ള ചേലയണിഞ്ഞ് നിന്നെ തേടി വന്നെന്നീശോയേ. ഈ പാട്ടിൻ്റെ ചരണത്തിൽ ആ ഒരു പെടച്ചിലാണ് അതിനകത്തുള്ളത്. ആ നല്ല കാലവും ആത്മീയ ഭാഗ്യവും വേഗം മറന്നു ഞാൻ നാഥ. എന്നെ ഞാനാക്കിയ നിൻ ദിവ്യ നാമവും ഒക്കെ മറന്നു ഞാൻ ദേവാ. ഒന്ന് നോക്കുക, അതിൻ്റെ മനസ്സിൽ ഞാൻ സത്യത്തിൽ ഒരു കേരളത്തിലെ വലിയ ഒരു ഗായകന് വേണ്ടി എഴുതിയതാണിത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എഴുതിയതാണ്. എന്നെ ഞാനാക്കിയ ആത്മീയ നിൻ ദിവ്യ നാമവും തള്ളിപ്പറഞ്ഞു പോയി ദേവാ. മാറി മാറി നടന്നാലും ഉള്ളിൽ പൂക്കുന്നതോ നിന്റെ സ്നേഹം. എത്ര അകന്നു പോകുമ്പോഴും ഹൃദയത്തിൽ ദൈവം സ്നേഹത്തിൻ്റെ കുന്തിരിക്കമിട്ട് ഉള്ളു പുകച്ചു തരും. ഏറെ ഏറെ അലഞ്ഞാലും ഒടുവിൽ എത്തുന്നതോ നിന്റെ മുമ്പിൽ. അത് അത്ഭുതം. പോണി മനുഷ്യനെങ്ങനെ കണ്ടിട്ടുണ്ടോ? പോണി ഈ അലഞ്ഞ് തിരിഞ്ഞ് നോ പറഞ്ഞു പോയിട്ടും കറങ്ങിപ്പിടിച്ച് കണ്ണുപൊത്തിക്കളി പോലെ ഒടുവിൽ അവൻ്റെ മുമ്പിൽ തന്നെ ആ കരുണ എത്തിക്കും. മനുഷ്യരെ നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് പല പല ആവർത്തി നടന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ അകന്നു പോകാൻ ശ്രമിച്ചാലേ വിട്ടുകൊടുക്കില്ല. വേട്ടപ്പട്ടി കുരച്ച് കുരച്ച് വചനം നിന്റെ ചെവിയിലെത്തിച്ച് പിടിച്ചു വലിച്ച് വസ്ത്രത്തെ പിടിച്ചു വലിച്ച് ഏറെ ഏറെ അലഞ്ഞാലും ഒടുവിൽ എത്തുന്നതോ നിന്റെ മുമ്പിൽ. അത് ഭയങ്കര ടച്ചിങ് ആവുന്നുണ്ട്. എത്ര അലഞ്ഞാലും ഒടുവിൽ. എൻ്റെ ഒരു കൂട്ടുകാരൻ പണ്ട് കൂടെ പറയുമായിരുന്നേ, അധികം കിഴക്കോട്ട് പോയാൽ പടിഞ്ഞാറെത്തും. അധികം കിഴക്കോട്ട് പോയാൽ പടിഞ്ഞാറെത്തും. ഭൂമി ഉരുണ്ടതാണല്ലോ. അധികം കിഴക്കോട്ട് പോയാൽ പടിഞ്ഞാറെത്തും. അധികം ധൂർത്തനായവൻ കുരിശിൻ്റെ മുമ്പിലേ എത്തുകയുള്ളൂ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ലാത്തവനും ജീവിതം മുഴുവനും അന്ത്യം വരെ പതറിപ്പോയവനും ഒരു നല്ല കള്ളൻ്റെ മധ്യസ്ഥം ചോദിക്കാം. അവനൊരു തിരിച്ചു വരവിന് ഇനിയും അവസരമുണ്ട്. ശരിക്കും ആയുസ്സു തീരുവാനധികമില്ലിനി നാൾ, ആത്മീയ നേട്ടമോ അധികമില്ലോർക്കുവാൻ, ഈശോ നീ വന്നിടണേ. ഇതാ പാട്ടിൻ്റെ അവസാനത്തെ വരി നമ്മൾ പറഞ്ഞ കാര്യവുമായി എത്ര ചേർന്ന് പോയെന്ന് നോക്കിക്കോ. ശരിക്കും ആയുസ്സു തീരുവാനധികമില്ലിനി നാൾ. ചിലർ പടഞ്ഞു പോകുന്നു. ഇനി ഒരു തിരിച്ചറിവുണ്ടോ? 48-50 വയസ്സ് വരെ ജീവിച്ചു, 60-65 ഇനി ഇത്രയും കാലം ഒന്നും ചെയ്തില്ല, ഒരു നന്മയും ചെയ്തില്ല, സ്വയം ശപിച്ചും. ഒത്തിരി നന്മ കിട്ടി, കർത്താവ് ആരാന്ന് അറിയാമായിരുന്നു, ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. സാരമില്ല,
ഒരു നല്ല കള്ളൻ്റെ ശുദ്ധമായ മധ്യസ്ഥം. ആയുസ്സു തീരുവാൻ അധികമില്ലെങ്കിലും, ആത്മീയ നേട്ടങ്ങൾ ഒന്നുമില്ലെങ്കിലും, കർത്താവ് തുണയേകിടും. ജീവിതം ബലിയാക്കുവാൻ ദൈവത്തിൻ്റെ മുമ്പിൽ സമയമേ ഇല്ലല്ലോ. ഒറ്റ കാര്യം ചെയ്താൽ മതി. എനിക്കങ്ങനെ തോന്നുക, ബോണി ഒന്ന് പറഞ്ഞേ, ബോണി മനസ്സറിഞ്ഞ് പറഞ്ഞേ, പൂജ്യമാന്ന് പറഞ്ഞേ. ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പൂജ്യം വിട്ടേ. ഞാൻ ഒന്നുമല്ല. കുറച്ചുകൂടെ എളിമയോടെ പറഞ്ഞേ, ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ് പൂജ്യം വിട്ടേ. ഞാൻ ഒന്നുമല്ല. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് പറഞ്ഞൊരു പൂജ്യം ഇട്ടേ. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. മുട്ടാതെ ഇവിടെ ഒരു പൂജ്യം ഇട്ടേ. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിസ്സാരനാണ്. ഞാൻ ദൈവത്തിന് മുമ്പിൽ നിസ്സാരനാണ്. അപ്പം ദൈവം പറയും, ഞാനുണ്ട്. നിൻ്റെ പൂജ്യത്തെ 10-ൽ നിന്ന് 100-ൽ നിന്ന് 1000-ൽ നിന്ന് 10,000-ൽ നിന്ന് 1,00,000-ൽ നിന്ന് കോടിയിലേക്ക് ഉയർത്തുന്ന ഒരു ദൈവം. കോടാനുകോടി പാപം മറക്കുന്നവൻ. കൊച്ചു കൊച്ചു പൂക്കളുമായി തൂവെള്ള ചേലയണിഞ്ഞും നിന്നെ തേടി വന്നീശോയേ. എൻ്റെ ആത്മാവിൻ ശൂന്യത ധനമാക്കി തീർക്കുവാൻ സക്രാരിയിൽ നിന്നും വരുന്നു. നമ്മുടെ ഹൃദയം ഒരു കൊച്ചു വീടല്ലേ. നമ്മൾ പിടഞ്ഞും ദുഃഖിച്ചുമൊക്കെ ഇരിക്കുമ്പം അവൻ്റെ സ്നേഹത്തിൻ്റെ, ഞാനിപ്പോൾ പഠിക്കാൻ വേണ്ടി വാഴ്ത്താത്ത ഒരു തിരുവോസ്തി എടുക്കാൻ ഇങ്ങനെ ആത്മാവ് പറഞ്ഞതുകൊണ്ട് നിൻ്റെ ആ കൊച്ചു വീട്ടിലേക്ക് ആ തിരുവോസ്തി പറന്ന് വന്ന് കയറി പാർക്കും. ഇനി മുതൽ നിൻ്റെ മുഖം ഒരു കുർബാനയുടെ മുഖമായി മാറും. കരുണ, അലിവ്, കുനിയാനുള്ള മനസ്സ്, പാദം കഴുകാനുള്ള ഹൃദയം, കഴിഞ്ഞതെല്ലാം മറന്നേക്കും. ഒരു പുതിയ ചരിത്രം നിൻ്റെ ജീവിത പൂമുഖത്തിൽ കുർബാന കൂട്ടിച്ചേർക്കും. ആയുസ്സു തീരുവാൻ അധികമില്ലെങ്കിലും, ഇതുവരെ ഒന്നുമേ നേടിയില്ലെങ്കിലും, കുർബാനയെല്ലാം തരും. നിന്റെ ജീവിത മുഖം മാറ്റിയിടും. കർത്താവേ, കുർബാനയുടെ മുഖമുള്ള മനുഷ്യരുണ്ടാവട്ടെ. കുർബാനയുടെ മുഖമുള്ള ജീവിതം ഉണ്ടാകട്ടെ. ഞങ്ങളൊന്നും നേടിയില്ലെന്ന് ഞങ്ങൾക്കറിയാം, ഒന്നും ചെയ്തിട്ടില്ലെന്നറിയാം. സ്വയം മുറിക്കാൻ വാശിയുള്ള തലമുറയെ ലോകത്തുണ്ടാക്കിയെടുക്കണമേ. ആമേൻ. ആമേൻ. കൊച്ചു കൊച്ചു പൂക്കളുമായി തൂവെള്ള ചേലയണിഞ്ഞ്
കൊച്ചു കൊച്ചു പൂക്കളുമായി തൂവെള്ള ചേലയണിഞ്ഞ് നിന്നെ തേടി വന്നെന്നീശോയേ. എന്നെ കണ്ട നേരം സക്രാരി വിട്ടിറങ്ങി വന്നു, എന്നുള്ളിൽ അലിഞ്ഞു. കൊച്ചു കൊച്ചു പൂക്കളുമായി തൂവെള്ള ചേലയണിഞ്ഞ് നിന്നെ തേടി വന്നെന്നീശോയേ. എന്നെ കണ്ട നേരം സക്രാരി വിട്ടിറങ്ങി വന്നു, എന്നുള്ളിൽ അലിഞ്ഞു. കൊച്ചു കൊച്ചു പൂക്കളുമായി തൂവെള്ള ചേലയണിഞ്ഞ് നിന്നെ തേടി വന്നെന്നീശോയേ. ആദ്യാക്ഷരങ്ങൾ അരിയിൽ കുറിച്ചപ്പോൾ ആദ്യം കുറിച്ചതാ നാമം. ആ കുഞ്ഞുനാളിലെൻ അപ്പനും അമ്മയും ചൊല്ലി പഠിപ്പിച്ച സ്നേഹം. നീറി നീറി നിറം മാറും മനസ്സിൽ തേന്മഴവില്ലായി നീ. എൻ്റെ നാവിൽ സുവിശേഷം പാടുവാൻ അന്നു ഞാൻ ശപഥം ചെയ്തു. എങ്കിലും ജീവനാം ദിവ്യകാരുണ്യമേ, നിന്നെ മറന്നു ഞാൻ ഇരുളിൽ നടന്നല്ലോ. കനിവോടെ മാപ്പേകണേ, കനിവോടെ മാപ്പേകണേ. കൊച്ചു കൊച്ചു പൂക്കളുമായി തൂവെള്ള ചേലയണിഞ്ഞ് നിന്നെ തേടി വന്നെന്നീശോയേ. എന്നെ കണ്ട നേരം സക്രാരി വിട്ടിറങ്ങി വന്നു, എന്നുള്ളിൽ അലിഞ്ഞു. കൊച്ചു കൊച്ചു പൂക്കളുമായി തൂവെള്ള ചേലയണിഞ്ഞ് നിന്നെ തേടി വന്നെന്നീശോയേ. പൂക്കുന്നതോ നിന്റെ സ്നേഹം.
ഈശോ നീ വന്നിടണേ. കൊച്ചു കൊച്ചു പൂക്കളുമായി തൂവെള്ള ചേലയണിഞ്ഞ് നിന്നെ തേടി വന്നെന്നീശോയേ. കൊച്ചു കൊച്ചു പൂക്കളുമായി